ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി ഭാഗമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 18ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരു മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന ആളാണ് ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത്. എന്താണ് ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഇങ്ങനെയാണത്. നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ. The slogan was that thundered along different parts of North America in the second half of the 15th century. 15ാം നൂറ്റാണ്ടിന്റെ രണ്ടാം ഘട്ടത്തിൽ അമേരിക്കയിൽ മുഴങ്ങിക്കേട്ട വലിയൊരു മുദ്രാവാക്യമാണ് ഇത്. എന്താണ് ഈ മുദ്രാവാക്യം? നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ. ജെയിംസ് ഓട്ടിസ് ആണ് ഇത് ഫ്രെയിം ചെയ്ത ആള്. ഏത്? ഈ മുദ്രാവാക്യം ഫ്രെയിം ചെയ്ത ആള്. This slogan was raised by the people of America as part of powerful agitation. ശക്തമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മുദ്രാവാക്യം അമേരിക്കൻ ജനത ഉയർത്തിക്കൊണ്ടുവന്നത്. അമേരിക്കൻ ജനത എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഒന്ന് നോക്കാനുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം. ഗ്ലോബ് ഇവിടെ വെച്ചിരുന്നു. ഒരു സെക്കൻഡ്. ഗ്ലോബ് എന്നത് നിങ്ങൾ കാണുന്നത് ഗ്ലോബാണ്. ഇത് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? ഗ്ലോബാണ്. ഇതൊന്ന് കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ഈ ഭാഗത്താണ്, അതായത് സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും വരുന്നത്. സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും. യൂറോപ്പ് ഏതാണ്ട് ഈ ഭാഗത്ത് വരുന്നതാണ്. നമ്മൾ ഗ്ലോബിൽ കാണുമ്പോൾ വളരെ കുറച്ച് കാലമായിട്ട് തോന്നും. പക്ഷെ ഒരു തലമുറയ്ക്ക്, അല്ലെങ്കിൽ 15ാം നൂറ്റാണ്ട് 14ാം നൂറ്റാണ്ട് ഘട്ടങ്ങളിലൊന്നും ഇങ്ങനെ ഒരു ഭൂഖണ്ഡം ഉണ്ടെന്ന് അറിയില്ല. ഉണ്ടായിരിക്കാം, യാത്രകളൊക്കെ അതിനു മുമ്പൊക്കെ ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും വ്യക്തമായി അറിയില്ലായിരുന്നു. അതിന് ഒരു ചരിത്രമുണ്ട്. അമേരിക്കയുടെ കണ്ടെത്തലിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്കിങ്ങനെ നോക്കാം. ഫ്രം ദ 16th century onwards, the European began to migrate to North America. 16ാം നൂറ്റാണ്ട് മുതൽ തന്നെ വടക്കേ അമേരിക്കയിലേക്ക് യൂറോപ്പിൽ നിന്ന് ആള് പോയി തുടങ്ങി. കാരണങ്ങളുണ്ട്. The major aim for the migration was to exploit the resources. സ്ഥലം കാണാനൊന്നുമല്ല പോയത്, റിസോഴ്സ് വാരിക്കൊണ്ടുവരാനാണ് പോയത്. By the 18th century, England had established 13 colonies in the eastern coast of North America. നമ്മൾ നേരത്തെ കണ്ട നവോത്ഥാനം, റെനൈസൻസ്, അത് കണ്ടിട്ട് എൻലൈറ്റൻമെന്റ് കണ്ടു. ഇതിന്റെ ഫലമായിട്ട് ഒരുപാട് ഇൻവെൻഷനുകൾ ഉണ്ടാകുന്നു. ഈ ശാസ്ത്രീയമായിട്ടുള്ള ഇൻവെൻഷനുകൾ ഉണ്ടാകുമ്പോൾ വലിയ വലിയ വ്യവസായശാലകൾ വരും. ആ വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വേണമായിരുന്നു. ഇതിന്റെ അന്വേഷണം സാഹസികരായ മനുഷ്യരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്.
അതില് ബൈ ദ 18th സെഞ്ചുറി 18ാം നൂറ്റാണ്ടാവുമ്പോൾ ആരാണ് ബൈ ദ 18th സെഞ്ചുറി എന്താണ് ബൈ ദ 18th സെഞ്ചുറി the British people, the Britishers established about 13 colonies in the eastern coast of North America. അതായത് യൂറോപ്പിൽ നിന്ന് ചെല്ലുന്ന കടലിന്റെ ഭാഗം, ആ ഭാഗത്തായിട്ടാണ് 13 കോളനികൾ സ്ഥാപിക്കുന്നത്. ആ കോളനിയുടെ പേരുകൾ നിങ്ങളുടെ ടെസ്റ്റിൽ പടം കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെയൊക്കെയാണ്. അത് ഏതെല്ലാം പ്രദേശങ്ങളാണെങ്കിൽ ന്യൂയോർക്ക്, പെൻസിൽവാനിയ, വെർജീനിയ, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, അതുപോലെ തന്നെ ജോർജിയ എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. അത് ന്യൂ ഹാംഷെയർ, മിസാച്യുസെറ്റ്സ്, പിന്നീട് റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂജേഴ്സി, ഡെൽവാരെ, മെരിലാൻഡ്, കരോലിന ഇങ്ങനെ പോകുന്ന 13 കോളനികൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഒരു പേര് നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് നോക്കി എഴുതിയെടുക്കാവുന്നതാണ്. എന്താണ് ഈ മൈഗ്രേഷന് മറ്റൊരു കാര്യം കൂടി, ഇത് വളരെ രസകരമാണ്. ക്രിസ്റ്റഫർ കൊളംബസ്, ഇവരൊക്കെ അതിസാഹസികരായിട്ടുള്ള നല്ല മനുഷ്യരാണോ അല്ലേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം എന്താ, they were very adventurous, brave men. ഇന്നത്തെ പോലുള്ള ഒരു യാത്രയ്ക്ക് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റും ഇല്ലാത്ത കാലയളവില് ഒരു വടക്ക് നോക്കി യന്ത്രം, ഒരു കോമ്പസുമായിട്ട് ഇറങ്ങുകയാണ്. മാഗ്നറ്റിക് കോമ്പസുമായിട്ട് ഇറങ്ങുക, ധൈര്യം മാത്രമാണ് കൈവിടൽ. Christopher Columbus, a sailor of the Spanish government, reached North America in 1490. 1492 ഒരു സ്പാനിഷ് നാവികനായിട്ടുള്ള ക്രിസ്റ്റഫർ കൊളംബസ് എവിടെ എത്തിച്ചേർന്നു? നോർത്ത് അമേരിക്കയിൽ എത്തിച്ചേർന്നു. വളരെ ഒരു കോയിൻസിഡൻസ് പറയാം. ഇത് കഴിഞ്ഞൊരു 6 വർഷം കഴിയുമ്പോൾ ഇയാളുടെ പോലെ തന്നെ അതിസാഹസികനായ മറ്റൊരു യാത്രക്കാരൻ വാസ്കോഡ ഗാമ നമ്മുടെ കോഴിക്കോട് വന്നിറങ്ങുകയുണ്ടായി. ഏതോ സിനിമയിലൊക്കെ വാസ്കോഡ ഗാമയെ വളരെ മഹാൻ എന്നൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. വാസ്കോഡ ഗാമ ഞാൻ പറഞ്ഞു ഒരു വളരെ വലിയൊരു മഹാനൊന്നുമല്ല, അതിസാഹസികനായ ഒരു കപ്പൽ യാത്രക്കാരനാണ്. അന്നത്തെ ഈ യാത്രയിൽ ഇയാളുടെ കൂടെ വരാനായിട്ട് ഒരുമാതിരിയുള്ള ആളുകളൊന്നും വരുന്നില്ല. ജയിലിൽ കിടന്ന കൊടും കുറ്റവാളികളാണ് ഇയാളോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പൊ അറിയാമല്ലോ ആ യാത്രയുടെ അനന്തരഫലം എന്തായിരുന്നു എന്നറിയാം. 1492 1498 ആണ് ആ വർഷം. 6 വർഷം ഇന്ത്യയുടെ ചരിത്രം മാറ്റിമറിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. മറന്നുവരുന്നത്. He thought that the place he reached was India. ഇയാൾ എത്തിച്ചേർന്ന സ്ഥലം, ഇയാൾ ഇന്ത്യ അന്വേഷിച്ചിറങ്ങിയ ആളാണ് ക്രിസ്റ്റഫർ കൊളംബസ്. പക്ഷെ ഇയാൾ എത്തിച്ചേർന്ന അമേരിക്കയിലാണ്. പക്ഷെ ഇയാൾ ആ സ്ഥലത്തിന് ഇയാൾ ഇന്ത്യ ആണെന്ന് തെറ്റിദ്ധരിച്ചു. He misunderstood the place he landed was India. Later they were known as the Red Indians. അവിടെ കണ്ട ആളുകളൊക്കെ ഇയാൾ വിളിച്ച പേര് റെഡ് ഇന്ത്യൻസ് എന്നാണ്. ഇന്ത്യക്കാരുടെ ചുവന്ന ഇന്ത്യക്കാരൊന്നും അല്ലല്ലോ, ബ്രൗൺ കളറാണ് അത്. The earlier colonies in America were established by a group of people who exiled to America from the religious persecution. ഈ ക്രിസ്തുമതം പലതരത്തിലായിട്ട് പിരിഞ്ഞ് തമ്മിലടി കൂടുന്ന സെക്റ്റുകളായിട്ട് മാറും. ഇംഗ്ലണ്ടിന് അതിൻ്റെതായ സഭയൊക്കെ ഉണ്ടാകുന്നു. പ്യൂരിറ്റൻ, ആംഗ്ലിക്കൻ എന്നൊക്കെ പറയുന്ന സഭകൾ ഉണ്ടാകുന്നു. കത്തോലിക്കക്കാരുമായിട്ട് പ്രശ്നമാണ്, ഇവർ തമ്മിലടി കൂടുന്നു. അപ്പൊ ഈ അവരുടെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ മറ്റാരുടെയും തടസ്സമില്ലാതെ പള്ളിയും കാര്യങ്ങളും ഉണ്ടാക്കാൻ, പിന്നെ സാഹസികത, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവരെ ഈ അവരുടെ നാട് വിടാൻ പ്രേരിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്. അവര് who exiled to America from the religious persecution of the king of England in the 17th century. 17ാം നൂറ്റാണ്ടിലൊക്കെ ഇവർക്ക് നേരെ കൊടിയ പീഡനങ്ങൾ, കൈ കിട്ടിയാൽ കൊണ്ടുപോയി കത്തിച്ചു കളയ ഇൻക്വിസിഷൻ എന്ന് വേണ്ട അതിൻ്റെയൊക്കെ അതുപോലുള്ള തന്നെ പരിപാടികൾ ഉണ്ടായിരുന്നു. മതപരമായിട്ടുള്ള ഒരുപാട് പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് രാജാവാണ്, കിങ് ഓഫ് ഇംഗ്ലണ്ടിന്റെ കയ്യിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇവർ പുറപ്പെട്ട സെഞ്ചുറി ഓൺ എ ഷിപ്പ് കാൾഡ് മെയ് ഫ്ലവർ. ഇവർ വന്ന ആ കപ്പലിനെ വിളിക്കുന്ന പേരാണ് മെയ് ഫ്ലവർ. they were known as the Pilgrim Fathers. ഈ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് വിളിക്കുന്നതിനൊരു കാരണമുണ്ട്. ഇവര് മതപീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരാണ്, റിലീജിയസ് പെർസിക്യൂഷനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നും ഇല്ല. അവര് പുതിയ പള്ളികൾ സ്ഥാപിക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം, മനുഷ്യന്റെ വിശ്വാസം.
അതിന് സ്വതന്ത്രമായിട്ട് അവരുടെ വിശ്വാസങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയ പുതിയ ഭൂമി ആരുടെ ചെലവിലാണെന്ന് ഞാൻ പറയാം. They were known as the Pilgrim Fathers. With the increase in European migration, the Red Indians were displaced to the interiors. അതായത് ഞാൻ പറഞ്ഞു, തീരപ്രദേശങ്ങളോട് ചേർന്ന തീരസമതലങ്ങളിൽ താമസിച്ചിരുന്ന അമേരിക്കയുടെ യഥാർത്ഥ പൗരന്മാരായ റെഡ് ഇന്ത്യക്കാര് ഉൾവനങ്ങളിൽ അഭയം തേടുകയാണ്, അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോകുന്നു. തീരങ്ങളെല്ലാം ഇവർ പിടിച്ചെടുക്കുകയാണ്. എല്ലാ പ്രദേശങ്ങളിലും അധിനിവേശം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ജനത കീഴാളരോ അടിച്ചമർത്തപ്പെട്ട വിഭാഗമോ ആയി മാറാറുണ്ട്. അമേരിക്കയുടെ കാര്യത്തിലും അത് വ്യത്യാസമൊന്നും ഉള്ളതല്ല. The Europeans seized their land and a flock of sheep. അതായത് റെഡ് ഇന്ത്യക്കാർ എത്രയോ തലമുറകളായി ആദിമകാലം മുതൽ താമസിച്ചിരുന്ന അവരുടെ ഭൂപ്രദേശങ്ങളും അതുപോലെ തന്നെ അവരുടെ ആട്ടിൻപറ്റങ്ങളെയും കന്നുകാലിക്കൂട്ടങ്ങളെയും അവരുടെ വാസസ്ഥലങ്ങളെയൊക്കെ ഈ തീർത്ഥാടക പിതാക്കന്മാർ അവരുടെ പരിധിയിലാക്കി. ഇതാണ് അമേരിക്കയിൽ ഇന്ന് കാണുന്ന യൂറോപ്യൻ ജനത, തൊലി വെളുത്ത ആളുകൾ. ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിലാണ് അവിടെ ചെല്ലുന്നത്. അവർക്കൊരു 300-400 വർഷത്തെ പാരമ്പര്യമേ നമുക്ക് പറയാൻ ഉള്ളൂ. ഇന്ന് അമേരിക്ക അവരുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. അവിടുത്തെ നീഗ്രോകൾ ഒരിക്കലും അവിടുത്തെ തദ്ദേശവാസികളല്ല. അവരെ വേട്ടയാടി അടിമകളായിട്ട് കൊണ്ടുവന്നവരുടെ പിന്മുറക്കാരാണെന്ന് അവിടെ ഉള്ളത്. കൊടിയ ക്രൂരതകൾ ആ ജനതയോട് അമേരിക്ക അന്നും ഇന്നും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. The British treated the American colonies as centers for collecting raw materials for the industry and as market for selling their product. It's a new continent. America is a new continent and the colonies are new and the resources are fresh. The people of Britain established 13 colonies. ബ്രിട്ടീഷ് പൗരന്മാർ 13 കോളനികൾ സ്ഥാപിച്ചു. പറഞ്ഞു 13 കോളനികൾ സ്ഥാപിച്ചു. അതായത് ഈ താമസിക്കുന്നവർ ബ്രിട്ടനിൽ നിന്ന് വന്നവരാണ്. അവര് അമേരിക്കയിൽ എത്തുമ്പോഴും ഒരു ബ്രിട്ടീഷ് ജനതയാണ്, മറ്റൊരു ഭൂഖണ്ഡത്തിലാണ് താമസിക്കുന്നത്. പക്ഷെ അവര് ഈ അമേരിക്കൻ ജനതയായി മാറുന്നില്ല, അവർ ബ്രിട്ടീഷ് പൗരന്മാരാണ്. ബ്രിട്ടീഷ് പൗരന്മാരെന്ന് പറയുന്നതിൽ അവർക്ക് അഭിമാനം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് രാജാവ്, ബ്രിട്ടീഷ് രാജ്ഞി, ബ്രിട്ടീഷ് പാരമ്പര്യം ഇതെല്ലാം അവരുടെ സ്വന്തമാണെന്ന് അവർ അഭിമാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, നിരവധി നിയമങ്ങൾ ഈ പൗരന്മാർക്ക്, അതായത് ബ്രിട്ടീഷ് രാജാവിന്റെ ഭീകര ഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആളുകളെ വീണ്ടും ഇവരെന്ത് ചെയ്യുകയാണ്, അത്രയും ദൂരെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കുകയാണ്. നികുതി വേണം, അതുപോലുള്ള കാര്യങ്ങൾ പറയുന്നു. The help of their motherland in the American colonies is known as, നമുക്ക് ഒരു പോയിന്റ് വരുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, മെർക്കന്റലിസം. ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദിക്കും. എന്താണ് മെർക്കന്റലിസം? The British treated the American colonies as centers for collecting raw materials for their industry and as a market for selling their products. അസംസ്കൃത പദാർത്ഥങ്ങൾ ശേഖരിക്കാനുള്ള ഒരു സ്ഥലം അല്ലെ, പുതിയ സ്ഥലമാണ്, ഇഷ്ടം പോലെ സാധനം ശേഖരിക്കാം. അതുപോലെ തന്നെ ബ്രിട്ടനിൽ നിർമ്മിക്കപ്പെട്ട സാധനങ്ങൾ സുഖമായിട്ട് കൊണ്ടുവന്ന് വിറ്റഴിക്കാവുന്ന സ്ഥലം. അപ്പോ ദിസ് പോളിസി implemented by the British merchants with the help of their motherland in the American colonies is known as mercantilism. ഈ നയത്തിനെയാണ് മെർക്കന്റലിസം എന്ന് പറയുന്നത്. അവര് അവിടെ നിന്ന് റിസോഴ്സുകൾ കളക്ട് ചെയ്യുക, വിഭവങ്ങൾ ശേഖരിക്കുക, നിർമ്മിത വസ്തുക്കൾ കൊണ്ടുവന്ന് വിൽക്കുക. ഈ നയത്തിന് വിളിച്ച പേരാണ് മെർക്കന്റലിസം. ഇതൊരു യഥാർത്ഥത്തില് ഇത് നല്ല രീതിയിൽ പോയനെ, പക്ഷെ അങ്ങനെയല്ല ചരിത്രത്തില്. As part of mercantilism, several laws were implemented in the British colonies. അതായത് ഞാൻ പറഞ്ഞു, ബ്രിട്ടനിൽ നിന്ന് മാറി ഇവിടെ വന്ന് താമസിക്കുകയാണ് അമേരിക്കയിൽ വന്ന് താമസിക്കുന്നത്. ഈ ജനത, ഈ മാറി വന്ന ജനതയുടെ മുകളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കുറേയധികം നിയമങ്ങൾ ചുമത്തുകയുണ്ടായി. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. ഇപ്പോൾ നമ്മള് ഇവിടെയുള്ള കുറച്ചധികം ആളുകൾ വിചാരിക്കുക, ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയിലുള്ള കുറച്ചധികം ആളുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ തന്നെ പറയാം, നമ്മൾ ഒരു പ്രത്യേക മതം ഉണ്ടാക്കി, എന്റെ മതം ഡുങ്കുടു മതം എന്ന് വിചാരിക്കും. ഞാൻ ഉണ്ടാക്കിയ മതമാണ് ഡുങ്കുടു. ഞാൻ അതിന്റെ ആചാര്യനാണ്.
അപ്പൊ ഇവിടെയുള്ള നിലവിലുള്ള ദൈവങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പുതിയൊരു ദൈവത്തിനെയൊക്കെ പറയുന്നു. എന്റെ ദൈവത്തിന്റെ പേരാണ് ഡുംഗുഡു. ഈ ഡുംഗുഡു ദൈവത്തിൽ വളരെ ഇഷ്ടപ്പെട്ട കുറേയധികം ആളുകൾ എന്നോടൊപ്പം ചേരുന്നു. നമ്മൾ എന്ത് ചെയ്യാണ് ഇതുവരെ? അപ്പൊ ഇവിടെ നമ്മുടെ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തലകുത്തി നിൽക്കും, പ്രാർത്ഥിക്കുന്ന തലകുത്തി നിന്നാണെന്ന് കരുതുക, നമ്മൾ പച്ച ഇറച്ചിയാണ് തിന്നുന്നത് കരുതുക, നമ്മൾ പ്രകൃതിയോട് ചേരുന്നതിന്റെ ഭാഗമായിട്ട് പച്ച ഇറച്ചി തിന്നുക, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ ആചാരങ്ങൾ. ആചാരങ്ങൾ ഈ ആചാരങ്ങളൊക്കെ ആകുമ്പോൾ നാട്ടുകാർ സമ്മതിക്കില്ല ഇവിടെ നിൽക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു വലിയ കപ്പൽ, നമ്മൾ വലിയ കാശുകാരാണെന്ന് വിചാരിക്കുക, ഒരു 10,000-10,000 ആളുകൾ അല്ലെങ്കിൽ ഒരു 12,000 ആളുകൾ ഒരു വില കൂടിയ കപ്പൽ മേടിച്ചിട്ട് നമ്മൾ ഈ ഗ്ലോബിൽ മൊത്തം യാത്ര ചെയ്യുന്നു, കടലിലൂടെ യാത്ര ചെയ്യുന്നു. ഒരു രാജ്യത്തിന്റെയും ബൗണ്ടറിയിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യയുടെയോ പാകിസ്ഥാന്റെയോ ഒന്നും ബൗണ്ടറിയിൽ വരാത്ത ഒരു ദ്വീപിൽ നമ്മൾ താമസിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നിന്നാണ് പോയത്, നമ്മൾ കേരളത്തിൽ നിന്നാണ് പോയത്. നമ്മൾ മലയാളികളിൽ ആണ്. നമ്മളവിടെ ഒരു 13 ദ്വീപുകളിലായിട്ട്, ഇപ്പൊ ആ പ്രദേശം 13 കൊച്ചു കൊച്ചു ദ്വീപുകളിലായിട്ട് താമസിക്കും. അപ്പോ ഇന്ത്യ ഗവൺമെന്റ് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയാണ്, നമ്മൾ മലയാളികളാണ്, ഇന്ത്യക്കാരാണ്, അതുകൊണ്ട് ആ ദ്വീപുകളിൽ ഉണ്ടാകുന്ന റിസോഴ്സുകൾ, വിഭവങ്ങളെല്ലാം നമുക്ക് തരണം. ഓക്കെ, ഇത് തന്നെയാണ് നടന്നത്. ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന ആളുകൾ അമേരിക്ക എന്നുള്ള പുതിയൊരു കോണ്ടിനെന്റിൽ പോകുന്നു. അവർക്ക് വിശ്വാസങ്ങളുണ്ട്. അവരുടെ നിലവിലുണ്ടായിരുന്ന ക്രിസ്തുമത വിശ്വാസത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് അവരെ എന്ത് ചെയ്യുന്നത്, അവിടെ നിൽക്കാൻ സംബന്ധിച്ചില്ല. ഒരുപാട് വിചാരണ അടിയൊക്കെ കിട്ടും. അപ്പൊ ഈ അടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിലേക്ക് വേണ്ടി ഈ ആളുകൾ അങ്ങോട്ടേക്ക് പോയി നേരെ വെച്ച് പിടിച്ചു അമേരിക്കയിലേക്ക്. ആ കപ്പലിന്റെ പേരാണ് മെയ്ഫ്ലവർ. ഓക്കെ, അപ്പൊ നമ്മൾ പോയ കപ്പലിന്റെ പേര് എന്താണെന്ന് വിചാരിക്കുക, നമുക്കൊരു പേരിടാം, താമരാക്ഷം പിള്ള എന്ന് പറയുന്ന ഒരു കപ്പലിലാണ് നമ്മൾ പോയത്. കപ്പലിന് അങ്ങനെ പേരിടാം, എന്തുപേരും വേണം, താമരാക്ഷം പിള്ള. ഈ കപ്പലിലാണ് നമ്മൾ പോയത്. പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയുന്നു, നമ്മുടെ ഇവിടുത്തെ പിണറായി വിജയനോ നരേന്ദ്രമോദി സാറോ ഒക്കെ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്ത്യക്കാരാണ്, അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അവിടെ എന്തെല്ലാം വിഭവങ്ങളുണ്ടോ അത് ഇന്ത്യയിലേക്ക് കൊടുത്തയക്കണം. മാത്രമല്ല, നിങ്ങൾ എല്ലാ സാധനങ്ങളും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവരും, ഞങ്ങളുടെ ഇവിടെ ഉണ്ടാക്കുന്ന, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവരും, നിങ്ങൾ വാങ്ങിച്ചോളണം. എന്നിട്ട് ഈ നിയമത്തിന് ഒരു പേരിട്ടു. ആ നിയമത്തിന്റെ പേരാണ് മെർക്കന്റലിസം. ഓക്കെ, ക്ലിയർ? ഇനി നോക്കുക, മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു? വിചിത്രമായ നിയമങ്ങളാണ്. The goods to and from the colonies must be carried only in British ship. എങ്ങനെയുണ്ട്? സോറി, നമുക്ക് തൽക്കാലം ഒന്ന് നിർത്താം. ഒരു സെക്കൻഡ്. സുനിലെ ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, ഒരു ചെറിയ ഇന്ററപ്ഷൻ വന്നു. നിങ്ങൾക്കാണ് അത് അടുത്ത വീഡിയോ ആയിട്ട് ഒരു ചെറിയ ഇന്ററപ്ഷൻ വന്നു പോയതാണ്, ഒരു ഫോൺ വന്നു. ഓക്കെ, അപ്പോ ഈ ഞാൻ പറഞ്ഞത് ഇതിലെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്പ്. ബ്രിട്ടീഷ് കപ്പലുകളിൽ മാത്രമേ സാധനങ്ങൾ ഈ അമേരിക്കയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാവൂ, ഇങ്ങോട്ട് കൊണ്ടുവരാവൂ. അമേരിക്കയുടെ കപ്പലുകളിൽ പാടില്ല. നേരത്തെ പറഞ്ഞു, നമ്മളെ ദ്വീപിൽ നിന്ന് എന്ത് സാധനം കൊണ്ടുവരണമെങ്കിലും ഇന്ത്യ എന്നുള്ള മറ്റ് കപ്പലുകളുടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ കപ്പൽ നിർമ്മിക്കാനൊന്നും പറ്റില്ല. ബിൽറ്റ് ഇൻ ദ ബ്രിട്ടീഷ്, അതും എവിടെ ഉണ്ടാക്കുന്ന കപ്പലായിരിക്കണം? ബ്രിട്ടീഷ് കോളനീസ്. 2, ബ്രിട്ടീഷ് stamps must be affixed on all the legal documents, newspapers, pamphlet, license. എന്ത് നിയമപരമായ രേഖകൾ ഉണ്ടാക്കിയാൽ, പത്രങ്ങൾ ഉണ്ടാക്കിയാൽ, ലഘുലേഖകൾ ഉണ്ടാക്കിയാൽ, എന്തുണ്ടാക്കിയാലും അതില് ബ്രിട്ടീഷ് സ്റ്റാമ്പ് ഒട്ടിക്കണം. അമേരിക്കയിൽ താമസിക്കുമ്പോഴും ഒരു പത്രം ഇറക്കിയാൽ അതിൽ സ്റ്റാമ്പ് ഉണ്ടായിരിക്കണം. ഒരു ലീഗൽ ഡോക്യുമെന്റ് ഉണ്ടാക്കിയാൽ എല്ലാത്തിലും ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിച്ചിരിക്കുന്നു. മറ്റൊന്ന്, പ്രോഡക്ട്സ് ഓഫ് ദ കോളനീസ്. ഈ കോളനിയിൽ, അതായത് കോളനി എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഷുഗർ, ഊള് എന്ന് പറഞ്ഞാൽ കമ്പിളി, പിന്നെ കോട്ടൺ, പരുത്തി, ടുബാക്കോ, പുകയില, എക്സെട്രാ കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. ഇതെല്ലാം ഇവർക്ക് അമേരിക്കൻ കോളനിയിൽ ഈ ഉത്പാദിപ്പിച്ച സാധനങ്ങൾ മറ്റൊരു സ്ഥലത്തും കയറ്റി കഴിക്കാൻ പറ്റില്ല, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവർ കയറ്റി അയക്കാനുള്ള ഒരേ ഒരു സ്ഥലം ബ്രിട്ടനാണ്.
Colonies must provide food and quarters for the British troops which were maintained in the colonies. ഈ കോളനിയിൽ തന്നെ ബ്രിട്ടീഷ് പോലീസ് ഉണ്ട്, ബ്രിട്ടീഷ് പട്ടാളമുണ്ട്. ആ പട്ടാളത്തിന് വേണ്ടുന്ന ശമ്പളം, ഭക്ഷണം, പാർപ്പിടം ഇതെല്ലാം തന്നെ കോളനി കൊടുക്കണം. ഇനി കോളനിയിൽ ഇറക്കുന്ന ചില സാധനങ്ങളുണ്ട്, അതിനെ ഇമ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് അല്ല, ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുക. എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? ടീ, ഗ്ലാസ്, പേപ്പർ. ഈ സാധനങ്ങൾ ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ കൊണ്ടുവരും. അമേരിക്കയിലുള്ള ആളുകളല്ല ഇത് കൊണ്ടുവരുന്നത്, ബ്രിട്ടീഷുകാർ കൊണ്ടുവരും. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നാൽ വമ്പൻ നികുതി കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. അപ്പോ ഒരു ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ജനതയെ വീണ്ടും ആ ഭരണകൂടം വിടാതെ പിന്തുടരുകയാണ്. ഇത് സ്വാഭാവികമായിട്ടും ആത്യന്തികമായിട്ടും ഇവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കും. അപ്പൊ ഇവരുടെ ഈ നിയമപരമായ ഇവരുടെ കടമ്പിടുത്തങ്ങൾ, ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇറ്റ്സെൽഫ് ഈസ് വെരി stubborn to control the colony. ഇവിടെ നിന്ന് അങ്ങനെ നിങ്ങൾ പോണ്ടാന്നാണ് അടിച്ച് ശരിയാക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ അടിയിൽ നിൽക്കണം, ഞങ്ങളുടെ ചുവട്ടടിയിൽ നിൽക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ നയം. അപ്പോ അത് സ്വാതന്ത്ര്യം, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വലിയ ആഗ്രഹത്തിന്റെ പുറകിലാണ് ഈ ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് പോകുന്ന അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ പ്രകടിപ്പിക്കാൻ ബ്രിട്ടനിൽ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടതാണ്. ആ രക്ഷപ്പെട്ടവരെ പുറകെ വീണ്ടും ഭരണകൂടം ചെല്ലുകയാണ്. ഇതിന്റെ ഐറണി നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ളത്, ഇവര് ചെന്ന പ്രദേശത്ത് ഒരു ജനതയുണ്ട്, തദ്ദേശവാസികൾ, ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകൾ, റെഡ് ഇന്ത്യക്കാര്, വളരെ സ്നേഹസമ്പന്നരായ ആളുകളായിരുന്നു എന്നാണ് ചരിത്രം ഇവരെ പറയുന്നത്. ഇങ്ങനെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഈ ക്രിസ്റ്റഫർ കൊളംബസ് ഇവിടെ ചെന്നിറങ്ങുമ്പോൾ കാട്ടുപൂക്കളുമായാണ് ഇയാളെ അവിടുത്തെ ആദിവാസി പെൺകുട്ടി സ്വീകരിച്ചത്. അവളുടെ കൈ അരിഞ്ഞുകൊണ്ടാണ് ഇയാൾ അവിടെ ലാൻഡ് ചെയ്തത് എന്നെവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അത് അങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ജനതയുടെ, ആ പ്രദേശത്തുള്ള അവിടുത്തെ സാധാരണ ജനതയുടെ അവകാശങ്ങളെ നശിപ്പിച്ചുകൊണ്ടാണ് ഇവർ കടന്നു ചെല്ലുന്നത്. ഇത് ചരിത്രത്തിൽ എല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഗംഭീരമായിട്ട് പഠിക്കുമ്പോൾ, സ്വാതന്ത്ര്യം വേണം, ഇവരവരുടെ മാതൃരാജ്യത്ത് നിന്ന് സ്വാതന്ത്ര്യം നേടി എന്നുള്ളതൊക്കെ ആവേശപൂർവ്വം പഠിക്കുമ്പോൾ അതിന്റെ പിന്നിൽ, അതിന്റെ ബാക്കിൽ കണ്ണീരിൽ കുതിർന്നൊരു കഥയുണ്ട്. അത് റെഡ് ഇന്ത്യക്കാര്, മായൻസ്, ഇങ്കാസ്, അസക്സ്, ടോൾടെക്സ് എന്നൊക്കെ പറഞ്ഞുള്ള വർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഒരു 60-70% ആളുകളെ അവർ കൊന്നൊടുക്കുകയാണ്. അതൊക്കെ വിചിത്രമായ രീതിയിലാണ് കൊന്നൊടുക്കുക. നിങ്ങൾ ഈ അടുത്തിടെ ഇതിനകത്ത് ഇപ്പൊ പത്രത്തിൽ ഒരു വാർത്ത കേട്ടിട്ടുണ്ടല്ലോ, ഈ എന്താണ് പിന്നെ കൈതച്ചക്കയുടെ അകത്ത് പടക്കം വെച്ച് ഒരു പിടിയാന അതെടുത്ത് കടിച്ചതിന്റെ വായ പൊട്ടിത്തെറിച്ചത് വെള്ളത്തിൽ നിന്ന് മരിച്ച ദയനീയമായ ഒരു കഥ കേട്ടിട്ടുണ്ട്. മൃഗങ്ങളോടത് ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം വിഷമമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാമോ, അമേരിക്കയിൽ അന്ന് വരെ ഇല്ലാതിരുന്ന രോഗമായിരുന്നു വസൂരി. ഈ ഭൂഖണ്ഡം ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അവിടെ ഇല്ലാത്ത രോഗം സ്മോൾ പോക്സ് ആണ്, ചിക്കൻ പോക്സ് അല്ല. ഇവര് ചെയ്തത്, ഈ കോളനി ഈ സ്ഥാപിച്ച ആളുകൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് കുറെയൊക്കെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ഈ യൂറോപ്പിൽ നിന്ന് പോയ ആളുകൾ, വസൂരി വന്ന ആളുകൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വഴിയിൽ വലിച്ചു വാരി എറിഞ്ഞിരുന്നു. ഈ റെഡ് ഇന്ത്യക്കാരുടെ കുട്ടികൾ അത് എടുത്തണിയുകയും മറ്റുമൊക്കെ ചെയ്തിട്ട് ആ ഒരു വലിയൊരു വിഭാഗം ആളുകളെ ഇവര് ഇങ്ങനെയാണ് കൊന്നൊടുക്കിയത്, ഈ രോഗം കൊണ്ട് കൊന്നൊടുക്കി. പിന്നെയും ഉണ്ട്, അതൊക്കെ വലിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചരിത്രം താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചാൽ. അതൊക്കെ മറന്നുപോകരുത്. അമേരിക്ക സ്വാതന്ത്ര്യ സമരം നടത്തുന്നത് ബ്രിട്ടീഷുകാർ അവരുടെ മാതൃരാജ്യത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വാതന്ത്ര്യ സമരം നടത്തിയതാണ്. അതേസമയം അവിടെ ഒരു ജനതയെ അവർ അടിച്ചമർത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എന്നിരുന്നാലും അത് അറിയണം നമ്മൾ. അവിടെ ജനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. അവർക്ക് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്. നിങ്ങൾ കാണുന്ന ഈ ഗൂഗിളിന്റെ ഒക്കെ പേരെടുത്ത കുക്കൻഹാൻ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം തന്നെയുണ്ട് മെക്സിക്കോയില്. വലിയൊരു ക്ഷേത്രമാണ്. സൂര്യക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഏതാണ്ട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിർമ്മാണ മാതൃകയൊക്കെയാണ് അതേ ക്ഷേത്രത്തിന്. അതിനൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്. അതോടെ നിന്നോട്ടെ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വായിക്കുക, നെറ്റിലും മറ്റുമൊക്കെ വായിക്കാൻ പറ്റും. വായിച്ചു നോക്കുക, രസകരമാണ്. ഒരു ജനത എങ്ങനെയാണ് ഇല്ലാതാക്കിയത്. അപ്പൊ ഇവരിതാണ് ചെയ്തത്. എന്തുകൊണ്ട് ഇവർ പ്രതിഷേധിച്ചു? ഒരുപക്ഷെ ഇതൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നും ബ്രിട്ടന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നിന്നില്ല. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. കുറേയധികം നിയമങ്ങൾ കൊണ്ടുവന്നു. ആ നിയമങ്ങൾ ഈ വന്നു താമസിച്ചവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ പ്രശ്നമായിരുന്നു അത്.
ഇത്രയും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറയാം. ഇപ്പൊ ഞാനത് എൻ്റെ ദ ഗുഡ്സ് ആൻഡ് ആ പറഞ്ഞ കാര്യങ്ങളെ ചെറുതായിട്ടൊന്നും മലയാളത്തിൽ പറയാം. അത് മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ഇംഗ്ലീഷിലോട്ടാക്കിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ടാണ് അത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അറിയാലോ, രണ്ടു മീഡിയത്തിലും പറയാം. കോളനികളിൽ നിന്നോ ഈ കോളനി എന്ന് ഉദ്ദേശിക്കുന്നത് അമേരിക്കയിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കോളനിയാണെന്ന് മറക്കരുത്. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമാകുക. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റിയേക്കാവൂ. ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റിയേക്കാവൂ. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണം. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാരന് തന്നെ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇറക്കുമതി ചുങ്കം നൽകുക എന്ന് പറഞ്ഞാൽ ഒരു സാധനം കൊണ്ടുവന്ന് വിൽക്കണമെങ്കിൽ അവിടെ അതിന് കരം കൊടുത്താലേ വിൽക്കാൻ പറ്റും. അതാണ്. ഇത്രയാണ് ഇവരുടെ പ്രതിഷേധത്തിന്. ഇനി ഇത് സാധാരണ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും വളരെ രസകരമായിട്ട് പഴയ കാലത്തേക്ക് ആളുകൾ പണ്ട് ഈ സ്കൂളിൽ പഠിച്ചിരുന്ന ആളുകൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തെ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, ബോസ്റ്റൺ ടീ പാർട്ടി. ഞാൻ ഈ കാണാതെ പഠിക്കുന്നതിൽ വളരെ മോശമായ ഒരാളാണ്. സംഗതി എന്താണെന്ന് അറിയാം. അങ്ങനെ പഠിച്ച ആളാണ്. നിങ്ങളുടെ വീട്ടില് അമ്മയോടോ അച്ഛനോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടെങ്കിൽ, ഇല്ലാത്തവർ വെറുതെ ഉപദ്രവിക്കരുത്, അവരുണ്ടെങ്കിൽ ചോദിച്ചാൽ അവരെപ്പോഴും പറയും ബോസ്റ്റൺ ടീ പാർട്ടി ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. എന്താണ് അതിനെ? ബോസ്റ്റൺ ചായ സൽക്കാരം എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുക. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി? ആദ്യം ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയിരുന്നതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു. 1773 ഡിസംബർ 16 രാത്രി റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിനകത്ത് കയറുന്നു. 342 പെട്ടി തേയില കടലിലേക്ക് എറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ചായ സൽക്കാരം. ഒന്നുമില്ല, വർഷം മാത്രം ഓർമ്മിക്കുക. സംഗതി മനസ്സിലായല്ലോ. 1773 വർഷം. ഏതാണ്ട് ഡിസംബർ 16 രാത്രി ഈ കുറേയധികം അമേരിക്കൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ, പിന്നീട് അവർ ശക്തരായ അതിന്റെ തുടക്ക സമയത്ത് ഇവര് റെഡ് ഇന്ത്യക്കാരുടെ, അപ്പൊ ഈ അവിടെ തന്നെ അമേരിക്കയിലെ ഈ അമേരിക്ക കോളനി വാഴ്ച നടക്കുന്ന സമയത്ത്, അത് ശക്തമാകുന്ന സമയത്ത് ശരിക്കും റെഡ് ഇന്ത്യക്കാർ അവിടുത്തെ ഏതാണ്ട് ഈ കീഴാള ജോലിക്കാരായി മാറി. ആ കീഴാള ജോലിക്കാരായിട്ടുള്ള റെഡ് ഇന്ത്യക്കാരുടെ, അല്ലെങ്കിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ഇട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ മതി, റെഡ് ഇന്ത്യക്കാരുടെ വേഷം ഇട്ടുകൊണ്ട് തീരത്ത് കിടന്ന ബോസ്റ്റൺ തുറമുഖത്ത് കിടന്ന കപ്പലിനകത്ത് കിടന്നു കയറുകയും അതിൽ നിന്ന് 342 പെട്ടി തേയില എടുത്ത് കടലിലേക്ക് എറിയുകയും ചെയ്തു. ഇതിനെ പറയുന്ന പേരാണ് ബോസ്റ്റൺ ചായ സൽക്കാരം. അപ്പോ ഇതാണ് അത്. നമുക്ക് ഒന്ന് ഇംഗ്ലീഷിലൊന്ന് നോക്കാം എന്താണ് അത് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പറയാം. ഒരു സെക്കൻഡ്. ഇത് പറയാല്ലേ ഇനി. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അതായത് in 1773 December 16th night, some ships were anchored shore of Boston harbor. And some revolutionaries disguised as Red Indians and entered the ship and threw away at about 342 boxes of tea. That is what is called the Boston Tea Party. അടുത്തത് ഈ ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനികൾക്ക് പ്രചോദനം നൽകി. ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും നമുക്ക് പരിചയപ്പെടുത്താം. ചില പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ഉണ്ട്. അവരുടെ പ്രത്യേകതകൾ എന്താണ്, അവരെന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവരുടെ ആശയങ്ങൾ എന്താണ്, വളരെ പ്രശസ്തമായ, പിന്നീട് ഈ ലോകത്തിലെ വിപ്ലവങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ള ചിന്താഗതിക്കാരുടെ ഒരു പേരുണ്ട്. അത് നമുക്ക് ആദ്യത്തെ ആളുകളുടെ പേര് നമുക്ക് നോക്കാം. അത് ഇംഗ്ലീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനികൾക്ക് പ്രചോദനം നൽകി. ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ ചിന്തകർ?
ഈ ചിന്തകരെ എല്ലാ ഗവൺമെന്റുകൾക്കും എല്ലാ ഭരണകൂടങ്ങൾക്കും ഭയമാണ്. എല്ലാ കാലഘട്ടത്തിലും ഭയമാണ്, എപ്പോഴും ഭയമാണ്. അതില് നമ്മളിപ്പോ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് 3-4 പേരെ വെടിവെച്ചു എന്ന് കളഞ്ഞു. ഗൗരി ലങ്കേഷ്, പൻസാര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഈ ചിന്തകരാണ്. അവര് ചില കാര്യങ്ങൾ നമ്മുടെ ഈ തരത്തിലുള്ള അവകാശങ്ങളെ ഭരണകൂടം ഹനിക്കാൻ ശ്രമിക്കുന്നു, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ശക്തമായിട്ട് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യും. അവരെ കൊന്നെടുക്കാറുണ്ട്. ഇവരൊന്നും അങ്ങനെ കൊല്ലപ്പെട്ടവരൊന്നുമല്ല, പക്ഷെ ഇവരുടെ ആശയങ്ങൾ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയതാണ്. അടുത്ത ആളുടെ പേര് ജോൺ ലോക്ക്. അദ്ദേഹം പറഞ്ഞു, men have fundamental rights. Nobody can eradicate or remove it. ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ അവർക്ക് കുറേയധികം അവകാശങ്ങളോടുകൂടിയാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. ഈ ആശയം എന്റേതല്ല, ആരുടേതാണ്? തോമസ് പെയിനിന്റെ അഭിപ്രായമാണത്. തോമസ് പെയിൻ എന്താ പറഞ്ഞത്? നമുക്ക് ജന്മനാ തന്നെ കുറെ അവകാശങ്ങളുണ്ട്. ഒരു വ്യക്തിക്കും ഒരു ഭരണകൂടത്തിനും ആ അവകാശങ്ങളെ എടുത്തു കളയാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളുടെ പേരാണ് തോമസ് പെയിൻ. ഇന്നും അത് യാഥാർത്ഥ്യമല്ലേ? നമുക്കൊക്കെ അവകാശങ്ങളില്ലേ? ആ അവകാശങ്ങൾ ആർക്കെങ്കിലും എടുത്തു കളയാൻ പറ്റുമോ? എടുത്തു കളയാൻ പറ്റില്ല എന്ന് നമ്മളോട് പറഞ്ഞ ആളിന്റെ പേരാണ്, അല്ലെങ്കിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ് ജോൺ ലോക്ക്. തോമസ് പെയിൻ ഇനി വരുന്നതാണ്. ജോൺ ലോക്ക് എന്താ പറഞ്ഞത്? തോമസ് പെയിൻ അല്ല, ജോൺ ലോക്കാണ് പറഞ്ഞത്. തോമസ് പെയിൻ പറയാം, എവരിവൺ ഹാസ് സം ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്ക് എല്ലാവർക്കും അടിസ്ഥാനപരമായ ആവശ്യങ്ങളുണ്ട്. നോ ഗവൺമെന്റ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ്. ഒരു ഗവൺമെന്റിനും അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. അടുത്താണ് തോമസ് പെയിൻ. ഞാൻ ആദ്യമേ അതിന്റെ തിരക്കിനിടയിൽ പറഞ്ഞതാണ്. തോമസ് പെയിൻ അങ്ങനെ ചിലപ്പോ വസ്തുതാപരമായ അങ്ങനെ വന്നൂടാ. അപ്പൊ ജോൺ ലോക്കാണ് അഭിപ്രായം പറഞ്ഞത്. ജോൺ ലോക്കിന്റെ അഭിപ്രായം എന്താണ്? എവരിവൺ ഹാസ് സം ഫണ്ടമെന്റൽ റൈറ്റ്സ്. എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാ ആളുകൾക്കും എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. നോ ഗവൺമെന്റ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ്. ഒരു ഗവൺമെന്റിനും. അപ്പോ നിങ്ങൾ നോക്കൂ, പൻസാര എന്ന് പറയുന്ന ആളിനെ വെടിവെച്ചു കൊന്നത്, അതുപോലെ തന്നെ ഒരു നീഗ്രോയെ ഇപ്പൊ ചവിട്ടി കൊന്നത്. നമുക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെ ജീവിക്കാനുള്ള അവകാശം മൃഗങ്ങൾക്കും ഉണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. മനുഷ്യന് മാത്രമല്ല. മനുഷ്യന്റെ കാരുണ്യത്തിലാണ് എല്ലാ ജീവികളും കഴിയുന്നത് എന്നത് ദയനീയമാണ്. അതിനാണ് വൈറസ് ആയിട്ടൊക്കെ വരുന്നത്, കൊറോണ ആയിട്ടൊക്കെ. മനസ്സിലായില്ലേ? എല്ലാത്തിനെയും നമ്മളെ നിയന്ത്രിച്ച് കൊല വിളിക്കുമ്പോൾ പണി നമുക്ക് വരും. ദൈവശിക്ഷയൊന്നും അല്ല, അതൊരുതരം പരിണാമവും അതിന്റെ കാര്യങ്ങളും ഒക്കെയാണ്. തോമസ് പെയിൻ എന്ന് പറഞ്ഞു, there is something absurd. ചില അസംബന്ധങ്ങളുണ്ട്. എന്താണെന്നറിയാം? in supposing a continent, North America, be perpetually governed by foreign power England. ഇയാൾ കുറെ കൂടെ കടന്ന കൈയാണ്. കാരണം ഈ ജനത, ഞാൻ നേരത്തെ പറഞ്ഞു, ഇംഗ്ലീഷ് ജനത കൂടും കൊടുക്കുകയും അവരുടെ വാസസ്ഥലവും ജന്മസ്ഥലവും കളഞ്ഞ് എവിടെ ഒന്ന് താമസിക്കുകയാണ്? അമേരിക്കയിൽ താമസിക്കുക. ആ ജനതയെ നിരന്തരം മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ അധികാരത്തിൽ തന്നെ നിലനിർത്തിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ ശ്രമം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അബ്സേർഡ് എന്നാണ്. അബ്സേർഡ് എന്ന് പറഞ്ഞാൽ അസംബന്ധം, നടക്കാത്ത കാര്യം, അസംബന്ധമാണ് എന്ന് പറഞ്ഞു. ഈ രണ്ട് ചിന്തകന്മാരുടെ ഈ ചിന്താഗതികളും ആ സമരത്തിനെ തീവ്രമാക്കിയതാണ്. ആരിൽ നിന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണമെന്നുള്ള ഇവരുടെ താല്പര്യത്തെ വളരെ തീവ്രമാക്കാൻ ഈ രണ്ട് ചിന്തകന്മാരുടെ ആശയങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ജോൺ ലോക്കിന്റെ മനോഹരമായ വാചകമാണ് എവരിവൺ ഹാസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എല്ലാവർക്കും മൗലികാവകാശമുണ്ട്. നോ ഗവൺമെന്റ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. ഒരു ഗവൺമെന്റിനും ഈ അവകാശങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല. പലപ്പോഴും പല ഗവൺമെന്റുകളും, ഇതൊക്കെ പിന്നീട് ഭരണഘടനകളുടെ ഭാഗമൊക്കെ ആയി മാറിയതാണ് ഈ നിയമം, ഈ ആശയം. അപ്പോ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ദ എൻറ്റയർ കോണ്ടിനെന്റ് അസംബിൾസ്. ഈ 13 കോളനികളുണ്ട്. ഇതിനകത്ത് പലതരത്തിലുള്ള ക്രിസ്തു മതം എന്ന് പറയുന്നതിനകത്ത് നമുക്കൊരു കത്തോലിക്ക, റോമൻ കത്തോലിക്ക, ലത്തീൻ കത്തോലിക്ക എന്നൊക്കെ കുറേ ഉണ്ട്. സിൽവിനിസ്റ്റ്, ആംഗ്ലിക്കൻ, പ്യൂരിറ്റൻ, ബാപ്റ്റിസ്റ്റ്, സൺഡേ, സെവന്ത് ഡേ, ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ലോകത്ത് പല വിഭാഗങ്ങളായിട്ട് അവർ മാറിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. കോക്കേഴ്സ്, അമേരിക്ക വളരെ ശക്തമായിട്ടുള്ള ഒന്നാണ്. ഇവാഞ്ചലിസ്റ്റുകൾ, ഇങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോ കോളനികളിലും ഇങ്ങനെയുള്ള ഓരോരോ മതവിശ്വാസങ്ങളുണ്ട്. ഇവര് പക്ഷേ പൊതു ശത്രുവിനെതിരെ ഇവരെല്ലാം ഒരുമിക്കുക. The delegates of the all continents except Georgia met at Philadelphia. ഇത് രണ്ടും അമേരിക്കയിലെ സ്ഥലങ്ങളുടെ പേരാണ്. ജോർജിയ ഒഴികെ ബാക്കിയുള്ള എല്ലാ
കോളനികളുടെയും പ്രതിനിധികൾ ഫിലാഡൽഫിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടുകയുണ്ടായി. വർഷം 1774 ആണ്, 1774 ടു പ്രൊട്ടസ്റ്റ് അഗൻസ്റ്റ് ദ പോളിസീസ് ആൻഡ് റൂൾസ് ഇമ്പോസ്ഡ് ബൈ ഇംഗ്ലണ്ട്. ഇംഗ്ലീഷുകാർ കൊണ്ടുവന്ന നിയമങ്ങൾക്കെതിരെയാണ്, അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതിഷേധിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇവരിവിടെ സംഘടിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇതിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ മറന്നു വരുന്നത്, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. എന്താ, വൻകരകൾ ഒന്നാകെ സമ്മേളിക്കുന്നു എന്നാണ് മലയാളത്തിൽ നമ്മളിത് പറയുക. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ് പറയുന്നത്. മനസ്സിലായിരുന്നു. ജോർജിയ ഒഴികെ ആ കോളനിയിലുള്ള ബാക്കിയുള്ള എല്ലാവരും കൂടെ ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി. വർഷം 1774. ഇതിന് പറയുന്ന പേരെന്താണ്? ഒരു പേരൂടെ ഉണ്ട്. എന്തിനാണ് ഇത്? നമുക്ക് ഇതിന്റെ ഡേറ്റകൾ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ആവശ്യമാണ്. പക്ഷെ ഇതെന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, അധികാരം ഇവിടെ വന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നതിലേക്ക് വേണ്ടി, സ്വതന്ത്രരായിട്ട് ജീവിക്കുന്നതിലേക്ക് വേണ്ടി വന്ന ആളുകളെ വീണ്ടും മാതൃരാജ്യത്തിന്റെ മുഖത്തിൽ കെട്ടാനുള്ള ശ്രമത്തിനെതിരെ ഒരു സമ്മേളനം നടത്തുന്നതിലേക്ക് വേണ്ടി ആദ്യ സമ്മേളനം നടത്തി. ആളുകളെല്ലാം കൂടെ. അതിൽ ഒരു കോളനി ചേരുന്നില്ല. ആ ചേരാത്ത കോളനിയുടെ പേര് ജോർജിയാണ്. അത് ഓർമ്മിച്ചോളണം. അത് ഈ പരമുള്ള മതപരമായ എന്തെങ്കിലും വ്യത്യാസമായിരിക്കും. ഇത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിന് ഏർപ്പെടുത്തിയുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്ന് പറഞ്ഞു. നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് നേരത്തെ. അതായത് ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ, ദേ ഡിമാൻഡഡ് ദ revocation of the regulation enforced on industry and commerce and not to impose tax without the approval of the people. ജനങ്ങളുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു നിയമവും അമേരിക്കയിൽ ബ്രിട്ടീഷുകാർ പാസ്സാക്കാൻ പാടില്ല. ഇതായിരുന്നു ഇവരുടെ സമ്മേളനത്തിന്റെ പ്രധാന വിഷയം. മനസ്സിലായ? അതായത് ഇങ്ങനെയാണ് പറഞ്ഞത്. കോണ്ടിനൽ കോൺഗ്രസ് എന്നറിയാം. ഇതിന്റെ കോണ്ടിനൽ കോൺഗ്രസിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. നിയന്ത്രണങ്ങൾ നീക്കണമെന്നും, അതായത് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും എതിരെയുള്ള നിയന്ത്രണങ്ങൾ നീക്കണം. മാത്രമല്ല, തങ്ങളുടെ അംഗീകാരമില്ലാതെ ഒരു നികുതിയും അമേരിക്ക നടപ്പിലാക്കാൻ പാടില്ല. ഇങ്ങനെ കോളനി ജനത ഒരു മെമ്മോറണ്ടം അവരെ ബ്രിട്ടീഷ് രാജാവിന് കൊടുക്കുകയാണ്. എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി വിതൗട്ട് ടാക്സ് വിതൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ കിങ് സെന്റ് എം. അപ്പൊ ഇങ്ങനെ റെഗുലേഷൻ എൻഫോഴ്സ് ഇതിന് ഒരു പെറ്റിഷൻ, ഒരു നിവേദനം, ഒരു അപേക്ഷ രാജാവിന് കൊടുത്തു. പക്ഷെ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു പറ്റം പട്ടാളക്കാരെ ഞാൻ അയച്ചു കൊടുത്തു. രാജാവ് ഇതിനെ അനുഭാവപൂർവ്വം കാണുന്നതിന് പകരം without the approval of but the king sent a military force to suppress the people. This led to the war between England and the colonies. ഇതാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടും അമേരിക്കയിലെ കോളനികളും തമ്മിലും യുദ്ധത്തിനുള്ള കാരണം. മനസ്സിലായി കാണുമല്ലോ. പോയി താമസിക്കുന്നു, സുഖമായിട്ട് താമസിക്കാൻ പോയ ആളുകളെ അവിടെ വീണ്ടും അവരെ നികുതി ഏർപ്പെടുത്തുക. അവർ പറഞ്ഞു, ഞങ്ങളുടെ ആരെങ്കിലും ഈ 13 കോളനിയിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സിനെ നിങ്ങളുടെ പാർലമെന്റിൽ എടുക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തൂടെ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തും എന്ന് പറഞ്ഞു. പക്ഷെ ആര് തയ്യാറല്ല. ബ്രിട്ടീഷ് രാജാവിനോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു? പട്ടാളത്തെ അയച്ചു. ഇവർ തമ്മിൽ വളരെ വലിയൊരു യുദ്ധമാകുന്നു. ഇതിനെ തുടർന്ന് അവർ വീണ്ടും രണ്ടാമതൊരു സമ്മേളനം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടത്തുന്നുണ്ട്. പിന്നെ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ് പറയുന്നത്. അതിന് സ്ഥലം ഫിലാഡൽഫിയ ആണ്. മറ്റേ നേരത്തെ 74 ഇത് 75, തൊട്ടടുത്ത വർഷം 74-75. ഈ സമ്മേളനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവർക്കൊരു സൈനിക നേതാവിനെ തെരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ പിന്നെ കേട്ടിട്ടുള്ള ചരിത്രത്തിൽ വളരെ സാധാരണ അമേരിക്കക്കാരും മക്കൾക്കൊക്കെ ഇടാൻ സെലക്ട് ചെയ്യുന്ന പേരുകളിലൊന്നാണ് എന്ന് പറയുന്നത്. എലക്ടഡ് വാഷിംഗ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെന്റൽ ആർമി. അമേരിക്കൻ പട്ടാളത്തിന്റെ നേതാവായിട്ട് അതിന്റെ കോണ്ടിനെന്റൽ ആർമിയുടെ സൈനിക ചുമതല ആർക്ക് നൽകുന്നു? ജോർജ് വാഷിംഗ്ടൺ നൽകുന്നു. During this time, through the pamphlet titled Common Sense, ഈ ഞാൻ നേരത്തെ പറഞ്ഞ എഴുത്തുകാരൻ നമ്മുടെ തോമസ് പെയിൻ ഇവിടെയും ശക്തമായിട്ട് പ്രതികരിക്കുകയാണ്. തോമസ് പെയിൻ declared that it was wise for the American to break the ties with Britain. ബ്രിട്ടനുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് വിവേക ബുദ്ധി
ഈ രാജ്യത്തിനെ കൊണ്ട് നമുക്ക് യാതൊരുവിധ ഗുണവുമില്ല. യൗമാരുമായിട്ടുള്ള ബ്രിട്ടനുമായിട്ടുള്ള എല്ലാ ബന്ധവും നമ്മൾ ഉപേക്ഷിക്കണമെന്ന് അന്ന് മാധ്യമങ്ങളിലൂടെ ശക്തമായിട്ട് സംസാരിച്ച ആളാണ് തോമസ് പെയിൻ. Paine declared that it was wise for the Americans to break the ties with Britain. The American Continental Congress issued the famous Declaration of Independence on 4th July 1776. 1776 ജൂലൈ 4-ാം തീയതി അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുകയാണ്. രണ്ടാം കോണ്ടിനെന്റിൽ ആരെയാണ് ഞാൻ പറഞ്ഞു? ജോർജ് വാഷിംഗ്ടനെ എന്തായിട്ട് മാറ്റിയിട്ടാണ് പറയുന്നത്? കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി നിയമിച്ചു എന്ന് മാത്രമല്ല, ഈ സമയത്ത് തോമസ് പെയിൻ എഴുതിയ ഒരു ലഘുലേഖയുണ്ട്, അതിന്റെ പേരാണ് കോമൺ സെൻസ്. അതിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി എന്നാണെന്ന് പറയുന്നത്, ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിക്കുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിവേകപരപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. 1776 ജൂലൈ 4-ന് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അതിനകത്ത് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗം ടെസ്റ്റിൽ നൽകിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക. തൽക്കാലം ഇന്ന് കുറച്ചധികം സമയമായി, ഇതൊന്ന് നിങ്ങൾ നന്നായിട്ട് കേൾക്കുക. കേട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കേട്ട് നോക്കുക. ടെസ്റ്റും കൂടെ ഒന്ന് വെച്ച് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്നോട് ബന്ധപ്പെടുക, ചോദിക്കാം.